ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് പ്ലം കേക്കാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/3 ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജാം ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഓറഞ്ച് കുരു ഇല്ലാതെ നന്നായിട്ട് അടിച്ചെടുത്ത അതിൻ്റെ ജ്യൂസാണേ. അതൊരു 1/3 കപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ എല്ലാം നന്നായിട്ട് മിക്സായി പഞ്ചസാര എല്ലാം മെൽറ്റായി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവേ. ആദ്യമായിട്ട് ഞാൻ ഒരു കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ഒരു കപ്പ് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഒരു കപ്പ് ചെറി ചേർത്ത് കൊടുക്കാം. അടുത്തത് ഉണക്കമുന്തിരിയാണേ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓറഞ്ചിൻ്റെ തൊലി അതതിൻ്റെ വൈറ്റ് ചേരാതെ അതും കൂടെ പീൽ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഗരം മസാലയാണേ, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പും ജാതിക്കായും ഒരു പട്ടയും കൂടി പൊടിച്ചതാണേ, അതൊരു ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ചുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബദാമും കാഷ്നട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് 1/3 ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്കത് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാവേ. ഇനി അത് ബ്രൗൺ കളർ ആയി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാവേ. അത് അരിച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ച് ഉപ്പാണ്. അടുത്തത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതാ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണേ മിനിമം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി 180 ഗ്രാം ബട്ടർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവേ. അതും നന്നായിട്ട് പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു 2 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയും ചേർത്ത് നന്നായിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാവേ. മുട്ടയും പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ്. അടുത്തതായിട്ട് പൈനാപ്പിൾ എസൻസ് ഒരു 3-4 ഡ്രോപ്സ് കേട്ടോ. പിന്നെ വേണ്ടത് റിച്ച് പ്ലമ്മിൻ്റെ എസൻസ് ആണ് കേട്ടോ. റിച്ച് പ്ലമ്മിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ആ ഷുഗർ സിറപ്പാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതും ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതെല്ലാം കൂടെ ആ മൈദയുടെ പൊടിയെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറേശ്ശെയായിട്ട് നമുക്ക് ഇതും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ആ ഒരു നട്ട്സില്ലേ, ഡ്രൈ ഫ്രൂട്ട്സ്, ഇനി അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണേ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് എല്ലായിടത്തേക്കും മിക്സ് ആകുന്ന രീതിയിൽ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ടിന്നിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടെ ഇട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഒന്നില്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ബ്രഷ് വെച്ച് നമുക്ക് തേച്ച് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് 2 പ്രാവശ്യം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറി വെച്ച് കൊടുക്കാം. എൻ്റെ ഉള്ള നട്ട്സൊക്കെ ഞാൻ വെച്ച് കൊടുത്ത് അതായത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബദാമും കാഷ്നട്ടും എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വെച്ച് കൊടുക്കുന്നത് ഗ്യാസിൽ തന്നെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലാട്ടോ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഞാനൊരു പോട്ടോടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഒരു റിങ്ങും അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആട്ടോ നമ്മൾ
കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇറക്കി വെക്കുന്നത്. ഇതൊരു 30 to 45 മിനിറ്റ്സ് നമുക്ക് ഒന്ന് ബേക്ക് ചെയ്യണം, എന്നാലേ അത് കുക്കായി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഒരു എന്തെങ്കിലും ഇത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാവേ. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാ നല്ല അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.